ഹലോ, ഞാൻ ട്യൂഷന് പോകാൻ നിൽക്കിട്ട് മുറ്റത്തൊരു വണ്ടി വന്നപ്പോൾ ഞാൻ ചിണുങ്ങി ട്യൂഷന് പോകണ്ടാൻ പറഞ്ഞിട്ട്. ഞങ്ങളെ കിണറ്റിൽ കണ്ടില്ലേ മഞ്ഞവെള്ളമാണ്. ഇന്ന് മഴ പെയ്യണ കാരണം കുറച്ച് തെളിവായുണ്ട്. ആദ്യമൊക്കെ നല്ല മഞ്ഞായിരുന്നു. കിണർ കറിയിട്ടാണെങ്കിലും ഒരു മാസമാവണല്ലോ, എന്നാലും കളറും മഞ്ഞ തന്നെ. തീരെ പച്ചണ്ടായപ്പോൾ അച്ഛൻ അക്കോ കേരള പോയിട്ട് അന്വേഷിച്ചു. അവിടെ നിന്നൊരു മാമ പിറ്റേ ദിവസം വീട്ടിലേക്ക് വന്നു. കിണറും ടാങ്കൊക്കെ നോക്കി. ഒരു കുപ്പി വെള്ളം മാമ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടായി. ആ മാമ പിറ്റേ ദിവസം അച്ഛനെ വിളിച്ചിട്ട് വെള്ളത്തിന് പെണ്ണും എന്താ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്നു. പിറ്റേ ദിവസമാണ് ഈ ചേട്ടന്മാർ വരുന്നത്, വണ്ടിയിട്ട് വരുന്നത്. വന്നപ്പോഴേക്ക് ട്യൂഷന് പോണ സമയമായി. അങ്ങനെ പണിയൊന്നും കാണാൻ പറ്റില്ല ഗായ്സ്. മാമാർ വന്നു, പക്ഷെ പണിയൊക്കെ തുടങ്ങി. അതിലൊരാളുടെ പേര് കൃതിക്, ഒരാളുടെ പേര് വിഷ്ണു. രണ്ട് ചേട്ടന്മാരും കാശിക്കുട്ടനായിട്ട് നല്ല കമ്പനി. എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറ്റിയിൽ നിറയ്ക്കണ സാധനങ്ങളൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവർ ഫുള്ള് നിറയ്ക്കുകയാണ്. 5 മണിക്ക് വന്ന് 7 മണിൻ്റെ ഉള്ളിലേക്ക് അല്ലാതെ സെറ്റാക്കുന്നു. ഈ ബാഗിൽ കണ്ടില്ല ഗൈസ്, എന്തോ വെള്ളപ്പൊടി ഉണ്ടായിരുന്നു. ആ ചേട്ടൻ കപ്പ് കൊണ്ട് കോരി കണ്ടില്ല ഗൈസ്. 2 പേരും കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് ടൈറ്റാക്കി. കാശുകുട്ടനാണെങ്കിൽ ഉറക്കത്തിന് അടിച്ചിട്ട് എന്തത് എന്ന് നോക്കിക്കാണ്. എന്നാൽ ചേട്ടന്മാർ പശൊക്കെ വെട്ടിച്ചിട്ട് ഒട്ടിച്ചു. ചേട്ടന്മാരെ പൈപ്പൊക്കെ ഫിറ്റ് തന്നു. അവിടെ മഴ ഉണ്ടോ ഗായ്സ്? ജസ്റ്റ് വെള്ളം പോണ കണ്ട ഗായ്സ്. ചേട്ടാ അച്ഛന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ക്ലീൻ ചെയ്യുമ്പോൾ എങ്ങോട്ടൊക്കെ പൈപ്പ് തിരിക്കണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. നല്ല ചേട്ടന്മാരനായിട്ട് ഗായ്സ്. ചേട്ടന്മാർ നല്ല കമ്പനിയായിരുന്നു. അവൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് തന്നിട്ടുണ്ട്. എനിക്ക് ഇതുപോലെ മഞ്ഞവെള്ളം ഇറങ്ങിയെങ്കിൽ ഈ ചേട്ടന്മാരെ വിളിച്ചാൽ മതി കേട്ടോ. ഇവനെ വിളിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ഇട്ടാൽ മതിയേ, ഞാൻ അയച്ചുതരാം. പിന്നെ ചേട്ടൻ ബുക്കൊക്കെ കാണിച്ചെടുത്തു. ഓരോ സാധനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തു. ഞാൻ ട്യൂഷൻ വീട്ടിൽ വരുന്നു ഗായ്സ്. ചേട്ടന്മാർ ചോദിച്ച് ട്യൂഷനിൽ അടിയിട്ടുവന്ന് എന്നെ കളിയാക്കിയതാ. എനിക്ക് അടിയിട്ടിട്ടില്ലേ, എൻ്റെ കൂടെ പണിക്ക് വേണ്ടതെന്ന് ചോദിച്ചു. കുറച്ച് ചേട്ടന്മാരായിട്ട് വർത്തമാനം പറഞ്ഞു തന്നു. ഞാൻ വരുമ്പോഴേക്കും എല്ലാം കേട്ട് എല്ലാവരും പോവായി. അങ്ങനെ ചേട്ടന്മാർ ചാച്ച ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.